ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണി 8:30 ആവുന്നു. രാവിലെ എഴുന്നേറ്റു, ഫ്രഷായി. ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചത് ഇന്ന് നമ്മളുടെ റിഹേഴ്സൽ, അരങ്ങേറ്റത്തിൻ്റെ റിഹേഴ്സലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് എനിക്ക് അതിനൊരു മൂഡില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളുടെ ഡല്ലായിട്ടുള്ള ദിവസം അതങ്ങനെ ഹാൻഡിൽ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീട് അതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അതായത് ഭയങ്കരമായിട്ട് എന്താ ഒരു നെഗറ്റീവ് വൈബ് എന്ന് പറയത്തില്ല, ആ ഒരു സാധനമാണ്. ഒരു ഒരു ക്ലാരിറ്റി ഒന്നുമില്ലാത്ത എന്താ പോലെ ഒരു ദിവസം. നമുക്ക് രാവിലെ അല്ല റിഹേഴ്സൽ, നമുക്ക് വൈകിട്ടാണ് റിഹേഴ്സൽ. അപ്പം രാവിലെ ഞാനിപ്പോൾ എഴുന്നേറ്റ് ഫ്രഷായിട്ട് കുറുക്ക്, അതായത് ഒരു ഹെൽത്ത് മിക്സ് ഉണ്ട്, അപ്പം അത് കുടിച്ചു. അപ്പോൾ ആയുർവേദ കടയിലൊക്കെ കിട്ടുന്ന സാധനമാണ് കേട്ടോ. അത് കുടിച്ചു. ഇനിയെന്ന് പറയുന്നത് ഞാൻ വൈകുന്നേരം റിഹേഴ്സലിന് പോകുമ്പോൾ ഞാൻ ഈ ഒരു ബുക്കിനകത്ത് എല്ലാം ഇങ്ങനെ എഴുതി വെക്കും. നമ്മുടെ കമ്പോസിഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ലൈൻസൊക്കെ എഴുതി വെച്ചിട്ട് കൊണ്ടുപോകും. അപ്പം എനിക്കിനി അതൊന്ന് എഴുതണം. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കാം. ഈ ഒരു ബുക്കും ഇതും, ഈ 2 ബുക്കുണ്ട്. ഈ 2 ബുക്കും എടുത്ത് ഒരു പെന്ന്. നട്വാങ്കം എൻ്റെ കയ്യിലുള്ള നട്വാങ്കം സംഭവിച്ചത് കഴിഞ്ഞ അരങ്ങേറ്റത്തിന് കൊട്ടിയത് പൊട്ടിപ്പോയി. അതായത് ആ കമ്പിയിൽ നിന്ന് ആ സാധനം പോയി. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞ് സാറിൻ്റെ കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാറ് അത് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പം അത് സാറ് കൊണ്ടുവരും. പിന്നെ വേറെ ഒന്നും എടുക്കാറില്ല. ഇത്രയായിട്ട് നമ്മൾ പോവും. സാറുമാരൊക്കെ വൈകുന്നേരം ആണ്, ട്രെയിനാണ് അവർ വരിക. എന്നെ പഠിപ്പിച്ച സാറുമാർ തന്നെയാണ് കേട്ടോ. വോക്കല് നീലംപേരൂർ സുരേഷ് കുമാർ, മൃദംഗം ഐമനം ചന്ദ്രകുമാർ, വയലിൻ സംജിത് ഗോപാൽ. എന്നിട്ട് ഇവർ 3 സാറുമാരുമാണ് എനിക്ക് എല്ലാ അരങ്ങത്തിനും ഞാൻ വിളിക്കാറുള്ളത്. അപ്പം അവരാണ് വരിക. എനിക്ക് അറിഞ്ഞൂടാ, അവരുടെ മുമ്പ് വെച്ച് ഞാൻ വ്ലോഗ് എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഒരു ആവറേജ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് നോക്കി പാട്ട് കേട്ടിട്ട് ഇത് എഴുതി വെക്കും. ലൈൻസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അതായത് ഞാൻ അല്ലാണ്ട് എഴുതി പോകാനും വൃത്തിക്ക് ഞാൻ ഈ ബുക്കിനകത്തോട്ട് എഴുതി വെക്കും. വൃത്തിക്ക് എഴുതി വെച്ചാലേ നമുക്ക് അവിടെ എന്തെല്ലാം ആവശ്യം വരുമ്പോൾ നമുക്കെടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചെയ്തെടുത്ത് ബാഗിലെടുത്ത് വെക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇവിടുന്ന് ഒരുങ്ങി പോകുമ്പം ഉള്ളതുള്ളൂ. നമ്മളല്ലാണ്ട് എനിക്ക് വേറെ എന്ത് പരിപാടിയൊന്നുമില്ല. വൈകുന്നേരമേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എഴുതട്ടെ. रक्षकं मुदाकरातमोदकं सदा मुक्तिसाधकं कलाधरावतं सकं विलासिलोकरक्षकम् अनायकैकनायकं विनाशिते भगैत्यकं അപ്പൻ്റെ എന്നാ തോന്നുന്നല്ലേ ടിക്കറ്റ് കളിക്കാൻ പോന്നെ. അപ്പം ടിക്കറ്റ് കളിക്കാൻ വിട്ടോണ്ട് വന്നേ. എനിക്ക് വയ്യ, 72 അമ്മേ ഇങ്ങനെ തന്നെങ്കിൽ നമുക്ക് ഡാൻസൊക്കെ പഠിപ്പിച്ചെടുക്കായിരുന്നു. കൊണ്ട് വരട്ടെ. എലിശ്ശേരിയാണ് കേട്ടോ, മത്തങ്ങ എലിശ്ശേരി അമ്മാമ്മ ഉണ്ടാക്കിയതാ. ഞാൻ വിചാരിച്ച് ചോറ് കഴിക്കാൻ
കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പം അങ്ങോട്ട് ആയതോടെ നല്ല ചൂടാണ്. ഞാൻ വിചാരിച്ച് ഇത് കഴിക്കാം. അറ്റത്ത് മീൻ കറിയും വെച്ചേപ്പുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ കോരി കഴിക്കും. മീൻകറിയും മത്തങ്ങ എരിശ്ശേരി. മീൻകറി, അമ്മാമ്മയുടെ മത്തങ്ങക്കറി, നാടൻ മത്തങ്ങ, പപ്പടവും കാച്ചി. ഞങ്ങൾ ഇന്ന് ഇത് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. മീൻകറിയും കാണിച്ചു തരാം. എരിശ്ശേരി ഇങ്ങനെ എടുത്ത് മീൻചാറും കൂടി ഇങ്ങനെ എടുത്ത് രണ്ടും കൂടെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. അമ്മാമ്മയ്ക്കും കൊച്ചുകളും കൂടെ പിന്നെ പറയാനറിയാം. റിഹേഴ്സലാണ്. തിരുവനന്തപുരം പോവുക. പിന്നെ എന്തിനു പോകുന്നത്? റിഹേഴ്സലിന് പോവുക. കൊച്ചുകൂടെ പഠിപ്പിച്ച കൊച്ചിന്റെ അരങ്ങേറ്റ ശനിയാഴ്ച. ഇന്ന് പാട്ടിലെ സാറും അവരെല്ലാരും വരും. അവര് ഞാനും കൂടെ ഇന്ന് അവരുടെ അമ്മയും അവരുടെ ചേട്ടനും ഇവിടെ ഇല്ല. ഞാനും കൂടെ പോവാൻ. അമ്മമ്മ പോയിട്ട് ഒത്തിരി ആളായി. അമ്മ ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട് പോകത്തില്ലായിരുന്നു. കാര്യം ചെയ്യാൻ പിന്നെ അത് നമുക്ക് സന്തോഷമില്ലയോ. അതിന് പോവാൻ ഞാൻ പെട്ടെന്ന് ജോലി ഒതുക്കാൻ വെച്ച് പോവുക. പിന്നെ നല്ല സൂപ്പർ മത്തങ്ങക്കറിയാം. നമ്മൾ മേടിച്ചതല്ല, നമ്മുടെ നാടനാ. പയറും ചെറുപയറും മത്തങ്ങയും കൂടെ കണ്ടിച്ചിട്ട് കുക്കറിലോട്ട് വെച്ച് ഒരു 5 അടി അടിച്ചപ്പോൾ ചൊവ്വനങ്ങ് വെന്ത് അത് പിന്നെ അത് തേങ്ങ നമ്മൾ പരുവത്തിലൊക്കെ തേങ്ങ ഇടാം. തേങ്ങ അങ്ങോട്ട് തിരിഞ്ഞ് ഇല്ല അരേൻ്റെ കൊണ്ടുവച്ചങ്ങ് അരച്ച് ചിക്കത്തല്ല അരച്ചത്. വെളുത്തുള്ളി, ജീരകം, ഇച്ചിരി മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ തേങ്ങ, കരിയാപ്പില അരയിലോട്ട് കൊണ്ട്. ഇപ്പോൾ ഉള്ള കൊച്ചുങ്ങളൊന്നും അരയില അരയ്ക്കത്തില്ലല്ലോ. എനിക്കെല്ലാം അരയില അരയ്ക്കുന്നത് എനിക്കിഷ്ടം. അരയിലെ കൊണ്ടുവച്ച് അരച്ചു കൊണ്ടുവന്ന് കലക്കി. നിങ്ങൾ എനിക്ക് നെഗറ്റീവ് കമന്റ് വാങ്ങിച്ചു തരുമോ? അരയിലെ കൊണ്ടുവച്ച് അരച്ച് അത് കലക്കി കുക്കറിൽ അത് ഉടച്ച് പിന്നെ കലക്കി വെച്ച് ഒരു അരമുറി തേങ്ങായും തിരിഞ്ഞി ചുവന്നുള്ളി അരിഞ്ഞിട്ട് വറ്റൽമുളക് അരിഞ്ഞിട്ട് കടുവ് ഒരു സഹനം ജീരകം കൂടെ ഇടണം. കടുവ് പൊട്ടിക്കാൻ നേരം ജീരകം കൂടെ ഇട്ട് പൊട്ടിച്ച് കടു വറുത്ത് തേങ്ങായും വറുത്തിട്ട് ഉപ്പൊക്കെ അതിൻ്റെ മണം കേട്ടോണ്ട് കൊച്ചുമോള് എന്ന് പറഞ്ഞ് തിരിഞ്ഞി താ എന്ന് പറഞ്ഞു. നല്ല മണമെന്ന് ഞാൻ പിന്നെ പാത്രത്തിലാക്കി ഇച്ചിരി അന്നേരം മീൻകറി ഇരുന്ന് മത്തിക്കറി അതിരുന്ന് അതും നമ്മുടെ കറിയും കൂടെ കൊണ്ടുവന്ന് കൊടുത്തു കൂട്ടിയിട്ട് പറഞ്ഞ സൂപ്പറാ മാമേ സൂപ്പറാന്ന് പറഞ്ഞ മണം കേട്ട് തന്നെ കഴിക്കാൻ തോന്നും. നിങ്ങളൊന്ന് നോക്കുക. നാടൻ മത്തങ്ങ നമുക്ക് കിട്ടുമെങ്കിൽ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എളുപ്പമുള്ള കറിയാ. പപ്പടം കാച്ചി ചോറും ഉണ്ട്, മീൻകറി, ചോറ്, പപ്പടം കാച്ചത്, അച്ചാറ് നല്ല സൂപ്പറാണ്. അത് നിങ്ങളത് കഴിച്ച് നോക്കുക. കഴിച്ച് നോക്കിയിട്ട് അത് നോക്കിയിട്ട് അത് പറയുക. നിങ്ങൾക്ക് അമ്മാമിക്കൊരു ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ടാറ്റാ, ബൈ ബൈ. അടുത്തതുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരുന്നുണ്ട്. ഞങ്ങള് ലേറ്റായിപ്പോയി. ലേറ്റായതല്ല, നേരത്തെയാണ്. പക്ഷെ ഒരുങ്ങുന്ന സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. വെറുതെയായിപ്പോയി. വണ്ടിയില്ല. ഞങ്ങള് ഈ പാകം കയറണമെങ്കിൽ ഏറ്റവും നല്ലൊരു കുത്തനേ ഉള്ളൊരു ഏറ്റമാണ് നമ്മൾ അവിടുന്ന്. ഈ അമ്മാമ്മയ്ക്ക് വയ്യാത്തതാണ്. ഏറ്റം കയറാനേ നടുവയ്യാത്ത, അതുകൊണ്ട് അണച്ച് കയറുക. ഹായ്, നമ്മൾ റെഡിയായി ഇറങ്ങി. ഇനി അവിടെ മുക്കിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇതിനകത്ത് നമ്മൾ ഓട്ടോ പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലോട്ട് പോകാൻ.
അപ്പോൾ നമ്മൾ വേഗം ഒരുങ്ങി ഇറങ്ങി. അന്നേരം ഫോണിൻ്റെ ആര് വീഡിയോ എടുക്കുന്ന ആര് സത്യം പറഞ്ഞാൽ മറന്നുപോയി. നമ്മൾ ഫസ്റ്റായിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഓർത്തില്ല. ഇനിയിപ്പം നമ്മൾ ബസ്സിലൊക്കെ കയറി ഓട്ടോയിലൊക്കെ കയറുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ ബൈ. പോയി പോയി കണ്ടനേയും കാതനെ പണ്ഡിസി പാടും വസന്ത സുഖം അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് ഇടയ്ക്കുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് സാറുമാരെല്ലാവരും പോയി. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. റിഹേഴ്സലിൻ്റെ ഒരു എങ്ങനെയാണ് അന്നത്തെ റിഹേഴ്സലിൻ്റെ കാര്യങ്ങളൊക്കെ പോവുക എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ എടുത്തേക്കുന്നത്. അപ്പം ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ലൈക്ക് ചെയ്യുക. എത്ര അപ്പം പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സോറി. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.